താലി. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. ഉറങ്ങിയോ മോനെ? എങ്ങനെയുണ്ടിപ്പോൾ? പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കാണിക്കാനുള്ള തത്രപ്പാടാണ്. വന്നപ്പോ അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ നേരെ വന്നു കയറി കിടന്നതാ. ഒന്നും കഴിച്ചിട്ടുമില്ല. ഇടയ്ക്കൊന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് കഴിപ്പിക്കാനൊക്കെ നോക്കി. പക്ഷെ കണ്ണു നിറച്ച് നോക്കുന്ന കണ്ടപ്പോ പാതിയിൽ നിർത്തിയവൻ ഇടത്തേക്ക് നോക്കി. അവിടെ ചടങ്ങൊക്കെ കഴിഞ്ഞിരുന്നോ അമ്മേ? ഇല്ലടാ, അടക്കം നാളെയാണ്. അദ്ദേഹത്തിന്റെ മകൻ പുറത്തല്ലേ, വരണം. നീലന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരാൾ, അടുത്ത സൗഹൃദമായിരുന്നു. ഉച്ചയ്ക്കായിരുന്നു ഫോൺ വന്നത്. ഹാർട്ട് അറ്റാക്ക്. നിശ്ചയ സമയത്ത് തന്നെ അവിടുന്ന് പോയി വന്നതേ ഉള്ളൂ രണ്ടുപേരും. അച്ഛൻ കിടന്നു. പാവം തളർന്നുപോയി. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. അടുത്ത സുഹൃത്തല്ലേ. ഒരു നെടുവീർപ്പോടെ സതി അവൻ അരികിലുള്ള സോപാനത്തിലേക്കിരുന്നു. മോളോ? അച്ഛനേക്കാ മുന്നേ ഉറങ്ങി. ആ ജാതി മേളമായിരുന്നില്ലേ ഇന്ന്? സതി ഒന്ന് ചിരിച്ചു. മരണം വല്ലാത്തൊരു അനിശ്ചിത്വമാണ് ശ്രീ. എല്ലാരെ കൊണ്ടൊന്നും അത് മറികടക്കാൻ പറ്റിയെന്ന് വരില്ല. ശരിയാണമ്മേ. പക്ഷേ പക്ഷേ സതിയുടെ മുഖം ഒന്ന് ചുരുങ്ങി. പക്ഷെ അതിലും വലിയ നിശ്ചലത സൃഷ്ടിക്കാൻ സാധിക്കുന്ന മറ്റൊന്നുകൂടി ഈ ഭൂമിയിലുണ്ടമ്മേ. എന്താന്നറിയുമോ? സതി ഇല്ലെന്ന രീതിയിൽ തലയാട്ടി. പ്രണയം. മോളുടെ കാര്യമാണോ ശ്രീ? സതി അവനെ ഒന്ന് നോക്കി. ദേവയല്ലമ്മേ, ആര്യൻ. അപ്പുവോ? അവരൊന്ന് ഞെട്ടി. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവന്റെ ഓർമ്മകൾ തിരിച്ചു വന്നമ്മേ. തിരിച്ചു വന്നെന്നോ? സതി ആശങ്കയോടെയാണ് അവനെ നോക്കിയത്. സത്യാണോ നീ പറയുന്നേ? ആ, ഇന്ന് ഫോൺ വന്നപ്പോഴേ എനിക്കെന്തോ ഒരു നെഗറ്റീവ് തോന്നിയതാ. പിന്നെ അവളുടെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് കരുതി. പക്ഷേ നിനക്കെന്താ ശ്രീ ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നാൻ? അവനെ അറിയുന്ന ആർക്കും ഇന്ന് അങ്ങനെ തോന്നിപ്പോകുമായിരുന്നു അമ്മേ. ഞങ്ങൾ ചെന്നവിടെ ഇറങ്ങിയപ്പോഴേ ഞാൻ ആര്യനെ പുറത്തു പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ കണ്ടില്ല. അല്പം കഴിഞ്ഞ് താഴെ ഇറങ്ങി വന്നപ്പോഴും ദേവിക്ക് നേരെ ആവശ്യമില്ലാത്തൊരു അവഗണന അവളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കല്യാണം പോലും വളരെ കൂളായി കണ്ടു നിന്നവന് ഇങ്ങനെയൊരു മാറ്റം വരുമ്പോ ആരായാലും ശ്രദ്ധിച്ചു പോകില്ലേ അമ്മേ? അതുപോലെ മൈത്രേയി എന്നുമാത്രം വിളിച്ചുകൊണ്ടിരുന്നവന്റെ നാവിൽ ഇന്ന് അമ്മു എന്നുള്ള പേരായിരുന്നു വന്നുകൊണ്ടിരുന്നത് അത്രയും. എന്നിട്ടോ അത് മറക്കാനുള്ള പാടുപെടലും വെപ്രാളവും. ഇതെല്ലാം ഞാൻ ഇന്ന് നേരിട്ട് കണ്ടതാണ്. മോനെ, അപ്പോ ഇനി മോൾ അറിഞ്ഞാൽ ഇതൊക്കെ? സതി എഴുന്നേറ്റ് അവനരികിലേക്ക് ചെന്ന് തോളിലേക്ക് പിടിച്ചു. സിറ്റ് ഔട്ടിന്റെ റെയിലിങ്ങിൽ പിടിച്ചു നിന്നവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കണ്ണുകൾ ഈറനായിരുന്നു. ശ്രീകുട്ടാ, എനിക്കിത് മനസ്സിലായില്ലെങ്കിൽ അവൾക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ അമ്മേ? മോനെ മിത്തു, വിട്ടുപോകാതിരിക്കാനും അവളെ വിട്ടുകൊടുക്കാതിരിക്കാനും ഞാൻ മാക്സിമം നോക്കൂ അമ്മേ. ശ്രീ, ഒരിക്കൽ ജീവൻ കൊടുത്ത് സ്നേഹിച്ചവരാണെന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ലമ്മേ. പക്ഷെ പറ്റില്ല എന്നെക്കൊണ്ട്. ഞാനും ഇന്നവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്കവളെ വേണം. അതും എന്റേത് മാത്രമായി തന്നെ വേണം. മോനെ, സ്വാർത്ഥതയാണെന്ന് അറിയാഞ്ഞിട്ടൊന്നും അല്ലമ്മേ. പറ്റാത്തോണ്ടാ. വിങ്ങിപ്പൊട്ടി തന്റെ മടിയിൽ കിടന്ന് കരയുന്ന മകനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ സതിയും ഒപ്പം വിങ്ങി. നെഞ്ചു തകർന്നു കരയുന്ന മകന്റെ മുടിയിഴകളിലൂടെ വിരലോടിക്കുമ്പോൾ സതിയുടെ ഓർമ്മകൾ പോയത് വർഷങ്ങൾക്ക് മുൻപുള്ള ഇതുപോലെ ഒരു രാത്രിയാണ്. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ സ്നേഹ വേണ്ടെന്ന് വെച്ച് വിലപേശിയ രാത്രി. അന്നും തന്റെ മകൻ ഇതുപോലെ ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇന്നാണിങ്ങനെ. എന്തൊക്കെയോ ചിന്തിച്ച് കുറെ നേരം കഴിഞ്ഞ് സതി നോക്കുമ്പോൾ കാണുന്നത് മടിയിൽ കിടന്നുറങ്ങുന്ന ശ്രീയെയാണ്. അവരെ മകനെ ഒന്നുകൂടെ നേരെ കിടത്തി ഭിത്തിയിലേക്ക് ചാരിയിരുന്നു. എന്തു പറഞ്ഞവനെ ഇനിയും ആശ്വസിപ്പിക്കുമെന്നറിയാതെ ആ അമ്മ രാത്രി മുഴുവനും മകന് കാവലിരുന്നു. ഒരിക്കൽ താൻ ചുരത്തിയ മാറുകൾ പിന്നെയും അവനായി വല്ലാതെ വിങ്ങി. വെളുപ്പിനെ എപ്പോഴോ തണുപ്പിന്റെ അതിപ്രസരത്തിലാണ് ശ്രീയുടെ കണ്ണുകൾ തുറക്കുന്നത്. കാലും കയ്യുമൊക്കെ കോച്ചിപ്പിടിക്കുന്നു. വല്ലാത്തൊരു അസ്വസ്ഥതയോടെ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് അമ്മയാണ്. അവൻ ചാടി പിരണ്ടെഴുന്നേറ്റു. ഇന്നലെ മരണവീട്ടിൽ നിന്നും വന്ന് കുളിച്ചിട്ട് കെട്ടിയ തോർത്തുപോലും മാറ്റാതെ തന്റെ അമ്മ. വല്ലാതെ തണുത്തു വിറച്ചിട്ട് ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. മടിയിൽ നിന്നും താൻ എഴുന്നേറ്റ അനക്കം അറിഞ്ഞതുകൊണ്ടാകും അമ്മയെ ഉണർന്നു. നിറഞ്ഞു നിൽക്കുന്ന തന്റെ കണ്ണുകൾ അമ്മയെ പെട്ടെന്ന് പരിഭ്രാന്തയാക്കി. ശ്രീകുട്ടാ, കവളിലേക്ക് കൈ ചേർത്ത് വിളിക്കുമ്പോൾ അമ്മയുടെ സ്വരവും ഇടറി. അമ്മ എന്താ എന്നെ വിളിക്കാഞ്ഞേ? ഇത്രയും നേരം ഇവിടെ ഇങ്ങനെ? പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയ്യോ, അതാണോ? നീ എന്നെ പേടിപ്പിച്ചല്ലോ ചെക്ക. സ്വതസിദ്ധമായ ചിരിയിൽ അമ്മ കൈപ്പോയതിനൊരടിയും തന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കവേ കാലൊന്നിടറി. അമ്മേ, ഒന്നുമില്ലടാ, തണുപ്പടിച്ചിട്ടാണ്.
ഈ ചുരിദാറിന് വലിയ കട്ടിയും ഇല്ലായിരുന്നല്ലോ. ശ്രീ സതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വാമേ, അകത്തേക്ക് പോകാം. ശ്രീ അവരെ എഴുന്നേൽപ്പിച്ച് കയ്യിൽ പിടിച്ചിട്ട് പോകാൻ നോക്കിയതും സതിയമ്മ ആ കയ്യങ്ങ് തട്ടിമാറ്റി. ഡാ ചെക്ക, തണുപ്പടിച്ച് ഇമ്മണി കോച്ചി പിടിച്ചു എന്ന് കരുതി നീ എന്നെ അങ്ങ് കിളവിയാക്കല്ലേ. ഐ ആം സ്റ്റിൽ യങ്. അവൻ വന്നേക്കുന്നു കയ്യും പിടിച്ച് നടത്താൻ. ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ സ്ലിറ്റ് ഒന്നുകൂടി നേരെയാക്കി അവനെ മുഖവും കാണിച്ച് സതി അകത്തേക്ക് നടന്നു. അത് കണ്ടതും ശ്രീ ചിരിച്ചുപോയി. ഈ അമ്മയുടെ ഒരു കാര്യം, ചില നേരം അമ്മയും കുഞ്ഞാറ്റയും എല്ലാം ഒരുപോലെയാണ്, ഒരേ കുരുത്തക്കേട്. ചിരിയോടെ പറയുന്ന ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് വാത്സല്യം മാത്രമായിരുന്നു. അച്ഛനായ ഒരു മകന് തന്റെ അമ്മയിൽ ഒളിഞ്ഞിരിക്കും കുഞ്ഞു മകളോടുള്ള അദമ്യമായ വാത്സല്യം. അമ്മ മുറിയിൽ കിടന്നൊന്ന് ഉറപ്പാക്കി ശ്രീ ഡോറടയ്ക്കാൻ തുടങ്ങിയതും നോട്ടം പിന്നെയും കുഞ്ഞാറ്റയിൽ ഉടക്കി. ഇന്നലെ അച്ഛനോടൊപ്പമായിരുന്നു ഉറക്കം. ആ ദേഹത്തേക്ക് കൈയും കാലുമൊക്കെ വെച്ച് വിശാലമായിട്ടുള്ള കിടപ്പാണ്. നേരത്തെ ഒന്ന് ചെന്ന് നന്നാക്കി കിടത്താൻ നോക്കിയതാണ്. പക്ഷെ ഉറക്കം ഞെട്ടുമെന്ന് തോന്നിയപ്പോ അതുപോലെ തന്നെ കിടത്തി മാറി നിന്നു. ഇപ്പൊ നോക്കുമ്പോ മിച്ചമുണ്ടായിരുന്ന ഒരു കാലുകൂടി അച്ഛന്റെ കഴുത്തിലാണ്. കണ്ടപ്പോൾ ചിരി വന്നു. അടുത്തുപോയി സൈഡിലെ തലയണ ഒരിക്കൽ കൂടി ഉറപ്പാക്കി മുറിയിലേക്ക് പോയി. വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ കാണാമായിരുന്നു ആ ഡിം ലൈറ്റിലും കരഞ്ഞൊഴുകുന്ന പാടുകൾ. അടുത്തു ചെന്ന് അവളെ നോക്കി കുറെ നേരം അതുപോലെ ഇരുന്നു. പ്രാണൻ പോകുന്ന വേദന പ്രകടിപ്പിക്കാനോ മറച്ചു പിടിക്കാനോ കഴിയാതെ തീർത്തും നിസ്സഹായയായി പോയ ഒരുവൾ. നിന്നെ എനിക്ക് മനസ്സിലാവും ദേവാ, കാരണം ഇന്ന് ഞാനും നിന്നെ പോലെയാണ്. ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് അവൻ അവൾക്കരികിലേക്ക് ചേർന്ന് കിടന്നു. വാതിലിലെ ആഞ്ഞുള്ള കൊട്ടലിലാണ് മിത്തുവിന്റെ കണ്ണുകൾ തുറന്നത്. തല വെട്ടിപ്പൊളക്കുന്നു. കണ്ണു തുറക്കാനും വയ്യ. കൈകുത്തി എഴുന്നേൽക്കാൻ നോക്കിയിട്ടും തെന്നി കട്ടിലേക്ക് വീണു. ഇന്നലത്തെ ദിവസം ആഹാരം കഴിച്ചിട്ടില്ല. നിർബന്ധം പിടിച്ച് ദേഷ്യപ്പെടാൻ വന്നവനെ കണ്ണു കലങ്ങി പറഞ്ഞയച്ചു. ഇപ്പോ ആകെ വയ്യാതായിരിക്കുന്നു. അപ്പോഴേക്കും കലവിലെ ശബ്ദം ഉള്ളിലേക്ക് ഇടിച്ചു കയറി. കുഞ്ഞാറ്റയാണ്. അമ്മേ, അമ്മേ. കുഞ്ഞി. കട്ടിലിൽ കയറാൻ പാടുപെടുന്നവളെ ശ്രീ ഒന്ന് പൊക്കിക്കൊടുത്തതും മിത്തു അവളെ പിടിച്ച് മടിയിലേക്കിരുത്തി. അമ്മേ. എന്തോ? അമ്മ കുഞ്ഞിയുടെ അമ്മയാണോ? എന്താ? അതുവരെ അവരെ നോക്കി നിന്നിരുന്ന ശ്രീ കട്ടിലേക്കിരുന്നു. മിത്തുവും അവനെ ഒന്ന് നോക്കി. തനിക്കൊപ്പം തന്നെയാണ് എഴുന്നേറ്റതെന്ന് തോന്നുന്നു. മുഖവും മുടിയുമെല്ലാം വല്ലാതിരിക്കുന്നു. തുറന്നിട്ടിരിക്കുന്ന ബട്ടണുകൾക്കുള്ളിലൂടെ ആ നെഞ്ചു മുഴുവനും കാണാം. മിത്തു പെട്ടെന്ന് നോട്ടം മാറ്റി കുഞ്ഞിയെ നോക്കി. കുഞ്ഞി എന്താ പറഞ്ഞേ? അമ്മയ്ക്ക് മനസ്സിലായില്ല. ശോ, ഈ കോയി! കുഞ്ഞി നെറ്റിയിൽ അടിച്ചു. അത് കണ്ടതും ശ്രീ അറിയാതെ ചിരിച്ചുപോയി. അത് കേട്ട് കുഞ്ഞി രണ്ടുപേരെയും മാറി മാറി നോക്കി. ശ്രീയുടെ മുഖത്ത് ചിരിയാണെങ്കിൽ ഇപ്പുറത്ത് കലിപ്പാണ്. അത് കണ്ടതും മോള് വിളക്കി ഒന്ന് ചിരിച്ചു. അമ്മേ, അമ്മേ. കൊഞ്ചിക്കൊണ്ടുള്ള വിളിയിൽ മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയാത്തോണ്ട് മാത്രം അവളൊന്നും മൂളി. പക്ഷെ ഗൗരവം ഒട്ടും കുറച്ചില്ല. അമ്മ, അമ്മ എന്റെ 1 2 അമ്മയാണോ? കുഞ്ഞി വിരലിൽ 1 2 എണ്ണി കാണിക്കുന്നത് കണ്ടതും മിത്തു ഞെട്ടിപ്പോയി. അതിന്റെ പ്രകമ്പനം ഏറ്റെന്ന പോലെ ശ്രീയും. കുഞ്ഞി! ശ്രീയുടെ സ്വരം ഉയർന്നു. മോള് പേടിച്ച് മിത്തുവിന്റെ മടിയിലേക്ക് പിന്നെയും കയറിയിരുന്നു. ഇത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്നവന്റെ ഭാവമാറ്റം കുഞ്ഞിനെ ഭയപ്പെടുത്തി. ശ്രീയേട്ടാ! കട്ടിലേക്കിരുന്ന് മോളോടെന്തോ ദേഷ്യത്തോടെ ചോദിക്കാൻ തുടങ്ങിയവനെ മിത്തു ശാസനയോടെ വിളിച്ചു. പിന്നെ ഒന്നും ചോദിക്കരുതെന്നുള്ള രീതിയിൽ തലയാട്ടി. ശ്രീക്കത് ഇഷ്ടമായില്ലെങ്കിലും അവളുടെ വാക്കുകൾക്ക് മാന്യത നൽകി അവൻ മിണ്ടാതിരുന്നു. എന്നാലും ഉള്ളിൽ ഉയർന്നു വരുന്ന അമർഷമടക്കാൻ വയ്യാതെ കട്ടിൽ നിന്നും ചാടിപ്പിരണ്ട് എഴുന്നേറ്റതും കണ്ടു വാതിലിൽ കൈ പിണച്ചു കെട്ടി നിൽക്കുന്ന സതിയമ്മയെ. അമ്മ! ശ്രീയുടെ വിളിക്കൊപ്പം മിത്തുവിന്റെ കണ്ണുകളും അവരിലേക്ക് എത്തി. പക്ഷെ സങ്കടത്തോടെ നോക്കിയവൾക്ക് തിരികെ കിട്ടിയത് മനോഹരമായൊരു പുഞ്ചിരിയാണ്. അത് മിത്തുവിന് നൽകിയ കരുത്ത് ചെറുതൊന്നുമായിരുന്നില്ല. പുറകെ എത്തിയ കണ്ണ് ചിമ്മലിൽ മിത്തു സതിയമ്മയെ നോക്കി ചിരിച്ചു. അമ്മ, കുഞ്ഞിതെന്താ പറയുന്നത് കേട്ടോ അമ്മ? പരസ്പരമുള്ള നോട്ടത്തിൽ തന്നെ മറന്നുപോലെ നിന്ന ശ്രീ ഉറക്കെ ചോദിച്ചു. ഞാൻ ഇന്നലെ കേട്ടതാണ് ശ്രീ. അവര് അകത്തേക്ക് കയറി മിത്തുവിന്റെ മടിയിൽ കുനിഞ്ഞു കിടന്ന് ഇടയ്ക്കിടെ ഒളികണ്ണിട്ട് നോക്കുന്ന മോളുടെ നെറുകയിൽ തഴുകിക്കൊണ്ട് അവനോടായി പറഞ്ഞു. എന്നിട്ട് എന്നിട്ട് അമ്മ എന്താ നിർത്തിക്കാഞ്ഞേ? നിനക്ക് തോന്നുന്നുണ്ടോ ശ്രീ അമ്മയത് തടഞ്ഞിട്ടുണ്ടാവില്ല എന്ന്? അവൻ ശരിവെക്കും പോലെ തലയാട്ടി. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും മോൾക്കത് പിന്നെയും ഉള്ളിൽ ചോദ്യചിഹ്നമായും ബാക്കി കിടക്കുന്നത് കൊണ്ടാകാം കുഞ്ഞ് രാവിലെ ഈ ചോദ്യവുമായി ഇവിടേക്ക് വന്നത്. അമ്മ, ഇത് ഇന്നലത്തെ ചടങ്ങിൽ നിന്നും കിട്ടിയതാണ് ഇവൾക്ക്. ആളധികം കൂടുന്നിടത്ത് ചർച്ചകളും സുലഭമാകില്ലേ? അതിലെ ഒരു വിഭാഗത്തിന്റെ ഇര ഇന്നലെ നിങ്ങളായിരുന്നു.
അതിൽ സ്നേഹം ചാലിച്ചിട്ടൊഴുകുന്ന നിവിയുടെ പെങ്ങള് മോളെ മടിയിലിരുത്തി വെച്ച് പരിതപിച്ചതിന്റെ ബാക്കി പത്രങ്ങളാണ് ഈ ചോദ്യങ്ങളൊക്കെ. ശാലിനി ചേച്ചി. ശ്രീ പല്ലിറുമി. പല്ല് കടിച്ചു പൊട്ടിക്കണ്ട, ആവശ്യത്തിനുള്ളത് നിവി തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അമ്മേ, മോള് കുഞ്ഞിയുടെ പേര് പറഞ്ഞെങ്കിലും അവന്റെ പേടി മിത്തുവായിരുന്നു. ഇന്നലെ തന്നെ ഒരുപാട് സങ്കടപ്പെട്ടവളാണ്, ഇന്നിപ്പോൾ ഇതും. മോൾക്ക് കുഴപ്പമൊന്നുമില്ല ശ്രീ. അല്ല, ഇനി എന്തേലും ഉണ്ടേലും അതിന് സമാധാനം കാണാൻ ഞങ്ങളൊക്കെ ഇല്ലേ? നീ ഒരു കാര്യം ചെയ്, പോയി കുളിക്ക്. മിത്തു, മോള് കുഞ്ഞാറ്റെ തന്നിട്ട് പോയി കുളിച്ചിട്ട് കഴിക്കാൻ വാ. മതി ഇവിടെ ഇരുന്നത്, എഴുന്നേൽക്ക്. സാദി മിത്തുവിനെ എഴുന്നേൽപ്പിച്ച് താഴെ കുളിക്കാൻ വിട്ടു. ഒപ്പം അവിടേക്ക് വന്ന കുഞ്ഞിയെ നീലനൊപ്പവും പറഞ്ഞു വിട്ടു. എല്ലാരും മുറിയിൽ നിന്ന് പോയിട്ടും നിന്നിടത്ത് തന്നെ നോക്കി നിൽക്കുന്നവനരികിലേക്ക് സതി ചെന്നു. എന്താ ശ്രീകുട്ടാ? എന്താമ്മേ എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനൊക്കെ? ഒന്ന് തീരുമ്പോൾ അടുത്തത്. നേരത്തെ ആ പെണ്ണ് സങ്കടത്തിലാണ്, ഇപ്പുതാ ഇതും. അവൻ കയ്യിലിട്ടിറക്കി ദൂരേക്കെറിഞ്ഞ് കസേരയിലേക്ക് ചടഞ്ഞിരുന്നു. എന്താടാ ഇതൊക്കെ? ഇത്രയും ചെറിയൊരു കാര്യത്തിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾക്കൊക്കെ ഇങ്ങനെയൊന്നും ആകല്ലേ ശ്രീ. ഇതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അല്പം ശാസനയുടെ സതി അവന്റെ തലയിലൊന്ന് കൊട്ടി. വയ്യമ്മേ, എന്നും ഇങ്ങനെ ഓരോന്നൊക്കെ. മടുത്തു ഞാനും. എങ്കിലേ അമ്മയുടെ മുൻ കുളിച്ചിട്ട് വല്ലതും കഴിച്ചിട്ട് മടുത്തോണ്ടിരുന്നോ? ഞാനും എന്റെ ജോലി കഴിയുമ്പോൾ നിനക്ക് കമ്പനി തരാൻ വരാം. വേണമെങ്കിൽ മിത്തുവിനെയും അച്ഛനെയും കൂട്ടാം. അതല്ല, നിനക്കിനി അതും പോരെങ്കിൽ ദിവസക്കൂലിക്ക് 3-4 പേരെയും കൂടെ കൂട്ടാം. എന്തേ? പൂരികം പൊക്കിയും താഴ്ത്തിയുള്ള ആ ചോദ്യം കേട്ടതും ശ്രീ അറിയാതെ ചിരിച്ചുപോയി. ഇത്രേ ഉള്ളു ശ്രീ. നീ സന്തോഷത്തോടെ ഇരുന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉള്ളു ചെക്ക. അവര് ആ കവിളിലും തട്ടി പുഞ്ചിരിച്ചു. അമ്മേ, ഒന്നുമില്ലടാ, ഞാനില്ലേ, നീ പോയി ഫ്രഷായി വാ. സാദി നിർബന്ധിച്ച് അവനെ കുളിക്കാൻ പറഞ്ഞു വിട്ടു. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കണ്ടു കണ്ണാടിക്കരികിൽ നിന്ന് മുടി ചീകുന്ന മിത്തുവിനെ. എന്തൊക്കെയോ അവളോട് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഒന്നും മിണ്ടാൻ കഴിയാത്തൊരവസ്ഥ. മിത്തുവിന്റെ കണ്ണുകളും അവനിൽ പതിഞ്ഞു. നേർമയായൊരു പുഞ്ചിരി സമ്മാനം പോലെ കിട്ടി. ഉള്ളിലൊരു മഞ്ഞുകണം പടർന്ന് സുഖം തോന്നിയവന്. അവനെ നോക്കി പുറത്തേക്ക് പോകാൻ തുടങ്ങിയവളെ ശ്രീ മുന്നിലേക്ക് കയറി നിന്ന് വഴിമറച്ചു. ഒന്ന് ഞെട്ടിയവള് പിന്നിലേക്ക് മാറി. സോറി. അവളുടെ വെപ്രാളം കണ്ടതും അവൻ പറഞ്ഞു. എന്താ ശ്രീയേട്ടാ? ദേവാ, അത് പിന്നെ താൻ മോള് ചോദിച്ചത് കേട്ട് ടെൻഷനൊന്നും ആവേണ്ട കേട്ടോ. അത് അമ്മ ശരിയാക്കിക്കോളും. പിന്നെ കുഞ്ഞല്ലേ, പതിയെ പതിയെ ഓളെല്ലാം മറന്നോളും. അവന്റെ വെപ്രാളം കണ്ട് മിത്തു അവൻ അരികിലേക്ക് ചെന്നു. വാടിയ മുഖത്തോടെ തന്റെ അടുത്തേക്ക് വരുന്നവളെ കണ്ടപ്പോൾ അവന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ശ്രീയേട്ടാ, മോള് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാനൊന്ന് പതറിയെന്നുള്ളത് സത്യമാണ്. പക്ഷെ തകർന്നിട്ടൊന്നുമില്ല. എനിക്കറിയാം, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചോദ്യങ്ങളിൽ ആദ്യത്തേത് ഇതായിരിക്കുമെന്ന്. മെന്റലി അതിനോട് പ്രിപ്പയർഡുമായിരുന്നു. പക്ഷെ ഇന്നലത്തെ സാഹചര്യത്തിൽ ആകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. അതുകൊണ്ടുണ്ടായൊരു ഷോക്ക്, അത്രേ ഉള്ളൂ. അവളൊന്ന് ചിരിച്ചു. ദേവാ, ഒന്നുമില്ല ശ്രീയേട്ടാ, ഞാൻ ഓക്കെയാണ്. എന്നെപ്പറ്റി ഓർത്ത് ടെൻഷനൊന്നും ആവണ്ട. ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. അമ്മ ഒക്കെയും കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ടുണ്ട്. ചേഞ്ച് ചെയ്ത് വന്നോളൂ, കഴിക്കാം. ദേവാ, പിന്നെ അപ്പേട്ടനെ പറ്റിയാണെങ്കിൽ ചോദിക്കേണ്ട ശ്രീയേട്ടാ. തന്റെ മനസ്സ് അവൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ഞെട്ടലിൽ നിന്നവനെ നോക്കി അവളൊന്ന് ചിരിച്ചു. ഞാനും അപ്പേട്ടനും ഇന്ന് തികച്ചും അപരിചിതരാണ്. പരസ്പരം ഏറ്റവും നന്നായി അടുത്തറിയുന്ന 2 അപരിചിതർ. അപ്പൊ കാണാവേ. നിറയെ ഇഷ്ടത്തോടെ നന്ദു വച്ചു കൃഷ്ണ. ഇതിന്റെ അടുത്ത ഭാഗവുമായിട്ട് എത്രയും പെട്ടെന്ന് കാണും വരെ എല്ലാവരും വെയിറ്റ് ചെയ്യൂട്ടോ. അപ്പൊ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.